കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് പ്രതിസന്ധിക്ക് പരിഹാരം വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക ഉടൻ നൽകും. അടിയന്തരമായി 1 കോടി രൂപ ഇന്ന് തന്നെ അനുവദിക്കും. മരുന്ന് വിതരണം ഉടനെ തുടങ്ങുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാവരുമായിട്ടും DME എല്ലാവരുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിൻ്റെ അസോസിയേഷൻ ആൾക്കാരുമായിട്ട് എല്ലാം സംസാരിച്ചു. അവർ മരുന്ന് വിതരണം ഇന്ന് മുതൽ പുനരാരംഭിക്കാനായിട്ട് തീരുമാനമെടുത്തു. അതിൽ 1 കോടി രൂപ ഇന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത 10 കോടി രൂപ നമ്മുടെ ഇൻഷുറൻസിൽ നിന്നും ഈ ഒരാഴ്ചയിലായിട്ട് അത് വരും. അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഏകദേശം ഡിസംബർ 31 വരെയുള്ള ബില്ലുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ളത് സാധാരണ രീതിയിൽ നേരത്തെ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് പ്രത്യേകിച്ച് ക്രൈസിസ് ഇന്ന് മുതൽ ഉണ്ടാവില്ല. എല്ലാം തീർത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. നയൻതാര ചേരുന്നു വിവരങ്ങൾ നൽകാൻ. നയൻതാര, ഇവിടുത്തെ പ്രതിസന്ധിയും ജനങ്ങളുടെ ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ നടപടി വരുമ്പോൾ പ്രതിസന്ധി ഒഴിയുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ ഒരാഴ്ചയായി ഈ മരുന്ന് പ്രതിസന്ധി തുടങ്ങിയിട്ട് നമുക്കറിയാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വാർത്തകളിലൊക്കെ നമ്മൾ നൽകിയതാണ്. ഒരു ആഴ്ചയിലധികമായി മരുന്ന് ക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളൊക്കെ അവിടെ എത്തിക്കൊണ്ടിരുന്ന രോഗികൾ ഉൾപ്പെടെയുള്ളവർ വളരെ പ്രതിസന്ധിയിൽ തന്നെയായിരുന്നു. നമുക്കറിയാം, സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഇടമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. അതായത് കുടിശ്ശികയായ 75 കോടിയോളം രൂപ ലഭിക്കാത്തതിനെ തുടർന്നാണ് മരുന്ന് വിതരണക്കാർ ഈ മരുന്ന് വിതരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുള്ള മരുന്ന് വിതരണം നിർത്തിയിരുന്നത്. ഈ ഒരു ആവശ്യം അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള കുടിശ്ശിക ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി, അതുപോലെ പ്രിൻസിപ്പൽ, സൂപ്രണ്ട്, കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് മരുന്ന് വിതരണക്കാർ കത്ത് നൽകിയിരുന്നു. എന്നാൽ അതിന് യാതൊരുവിധ നടപടി ഉണ്ടായിരുന്നില്ല. അതിൽ അധികൃതർ ഒരു മറുപടിയും തന്നില്ല എന്ന രീതിയിൽ അവർ പ്രതികരിച്ചിരുന്നു. തുടർന്ന് ഇന്ന് കോഴിക്കോട് സൂപ്രണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരുന്ന് വിതരണക്കാരുമായി സംസാരിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഡിസംബർ 31 വരെയുള്ള കുടിശ്ശിക നൽകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അടിയന്തരമായി 1 കോടി രൂപ നൽകാമെന്നും അതുപോലെ തന്നെ ഇന്ന് തന്നെ നൽകാമെന്നും അതുപോലെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ 10 കോടി രൂപ നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട് സൂപ്രണ്ട്. എന്തായാലും ഈ മാസം 31-നുള്ളിൽ കുടിശ്ശിക നൽകി തീർക്കും എന്ന് തന്നെയാണ് സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. പ്രജീഷ്. ശരി.